അസമത്വവും വൈവിധ്യവും നിലനിൽക്കുന്ന രാജ്യം അധികകാലം മുന്നോട്ടു പോകില്ലെന്ന് വിധിയെഴുതി പലരും. ആ പ്രവചനങ്ങളൊക്കെ തെറ്റിച്ച് രാജ്യം ബഹുദൂരം മുന്നോട്ടു പോവുകയാണ്. ഇതിൽ ഭരണഘടനയുടെ പങ്ക് വളരെ വലുതാണ്. ഭരണഘടനയുടെ ശില്പിയായ BR അംബേദ്കർ ഇല്ലാതെ ഭരണഘടന പൂർണ്ണമാകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഒരു രാജ്യത്തെ ജനങ്ങൾ അവർക്കുവേണ്ടി ഒരു ഭരണഘടന തയ്യാറാക്കി സമർപ്പിച്ചു എന്നത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകത. ഭരണഘടനാ അസംബ്ലി ആദ്യമായി യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. പ്രവിശ്യ അസംബ്ലികളിൽ നിന്ന് ആനുപാതിക പ്രാതിനിധ്യാടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ആദ്യം 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗമായിരുന്ന സച്ചിദാനന്ദ സിൻഹയാണ് സഭയുടെ ആദ്യ ചെയർമാനായി തിരഞ്ഞെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തിച്ചത് 2 വർഷവും 11 മാസവുമാണ്. പ്രേം ബിഹാരി നാരായൺ റൈസാദ എന്ന വ്യക്തിയുടെ കൈപ്പടിയിലാണ് ഭരണഘടന തയ്യാറാക്കിയത്. പാർലമെന്റിന്റെ ലൈബ്രറി പ്രത്യേകം സൂക്ഷിച്ചിട്ടുള്ള ഭരണഘടനയ്ക്ക് 22 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയുമാണ്. 1949 നിലവിൽ വന്നത് മുതൽ 2023 വരെ 106 ഭേദഗതികളാണ് വരുത്തിയത്. ആദ്യ ഭേദഗതി വരുന്നത് 1951-ൽ. 71-ലെ 25-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തിലേക്കുള്ള അവകാശം വെട്ടിക്കുറച്ചത്. 85-ലെ 52-ാം ഭേദഗതിയിൽ കൂറുമാറ്റ നിരോധന നിയമങ്ങൾ എഴുതി ചേർത്തു. ലോക്സഭയിലെയും നിയമസഭയിലെയും സ്ത്രീ സംവരണം ഉറപ്പുവരുത്തിയത് 2023-ന്റെ 106-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.